മുണ്ടിയരുമ പട്ടം നഗറിൽ പട്ടം കോളനി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പട്ടം കോളനി സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. മുണ്ടിയരുമയിൽ രാവിലെ പുഷ്പാർച്ചനയോടെയായിരുന്നു സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വൈകിട്ട് 6-ന് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ പട്ടം കോളനി, അതൊരു സാഹചര്യം എന്തായിരുന്നു, ഏതൊരവസരത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ ഇടയാക്കിയത് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കോളനി എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഒരു അലർജി പോലാണ്. കാരണം ഇപ്പോ സമയം 2 മണിക്കൂറോട് കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനിയായിരുന്ന, ബ്രിട്ടൻ വല്ലാതെ ദ്രോഹിച്ചിരുന്ന ഒരു രാജ്യം ആ കോളനിയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചുയർന്ന് ലോകത്തിലെ വൻ ശക്തിയായി മാറിയ ആ രാജ്യത്തിന്റെ 47ാമത്തെ പ്രസിഡന്റ് 2 മണിക്കൂർ കഴിയുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വഹിക്കുകയാണ്. അവരിപ്പോ കോളനിയൊന്നുമല്ല. നമ്മുടെ ആലത്തൂർ എം പിയും കേരളത്തിന്റെ മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ ഒടുവിൽ ഫയലിൽ ഒപ്പിട്ടിട്ട് അദ്ദേഹം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: കോളനി എന്നുള്ള പദം നമ്മളിനി ഉപയോഗിക്കരുത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും കോളനി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അത് ബ്രിട്ടീഷുകാര്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അവര് കീഴടക്കി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് ചാർത്തിക്കൊടുത്തൊരു പദമാണ് കോളനി. അവരുടെ ആശ്രിതന്മാർ, അവരുടെ വിധേയന്മാർ എന്നുള്ളൊരു പേരാണ്. അതുകൊണ്ട് ആ പദം നമുക്ക് പാടില്ല എന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി എടുക്കുമ്പോൾ പോലും ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഇത് ഓർക്കുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ മനസ്സിൽ പട്ടം കോളനിയുടെ കോളനി പോയാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് ബാധകമല്ല, നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. CV ആനന്ദ് അധ്യക്ഷത വഹിച്ച പരിപാടി പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ്, CS യശോധരൻ, PT ഷിഹാബ്, രമേശ് കൃഷ്ണൻ, PN വിജയൻ, MN ഗോപി, TM ജോൺ, KG ഓമനക്കുട്ടൻ, ടോമി ജോസഫ്, റവറൻ ടിജോ T വർഗീസ്, ഫാദർ PM ജോൺ, ജീവൻലാൽ, S വിനയൻ, ശ്യാം സുന്ദരപ്രസാദ്, PG ബാബു, അജയ്കുമാർ പിള്ള, ജലീൽ തച്ചുകുളം, സോണി കൈതാരം, ജോമോൻ, ഷാനവാസ്, സുശാന്ത്, NR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.